നമസ്കാരം. 2026 ജൂൺ 2 വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ മീനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ശുഭഫല അനുഭവങ്ങൾ കഴിഞ്ഞ ഭാഗത്തിൽ നാം പറഞ്ഞിരുന്നു. ഇന്ന് മേടക്കൂറിൽ ജനിച്ചിട്ടുള്ളവർക്ക് വ്യാഴം രാശി മാറുമ്പോൾ ഉണ്ടാകാവുന്ന ഫല അനുഭവങ്ങൾ പറയുന്നു. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദവും ചേർന്ന 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടക്കൂറ്. മേടൻ രാശിയുടെ 3-ാം ഭാവമായ മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴം 4-ാം ഭാവമായ കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു. മേടക്കൂറുകാർക്ക് 12-ൽ ശനി സഞ്ചരിക്കുന്ന 7.5 ശനിക്കാലമാണ് ഇപ്പോൾ. എങ്കിലും മേടൻ രാശിയുടെ 10-11 ഭാവാധിപനായ ശനി യോഗകാരകനായതിനാൽ അശുഭഫലങ്ങൾ താരതമ്യേന കുറവായി മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ. ശനി മേടക്കൂറുകാർക്ക് പൊതുവിൽ നല്ല അനുഭവങ്ങൾ നൽകുന്നു. വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് ദോഷഫലങ്ങൾ പൂർണ്ണമായി മാറി ശുഭഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം മേടക്കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. വ്യാഴദൃഷ്ടിയിൽ മേടൻ രാശിയുടെ 8, 10, 12 ഭാവങ്ങൾ ശുഭഫലദായകങ്ങളാകുകയും ദോഷഫലങ്ങൾ കുറഞ്ഞ് ഭാവപുഷ്ടി ലഭിക്കുകയും ചെയ്യുന്നു. മേടക്കൂറുകാർക്ക് ഇക്കാലത്ത് വാഹനലാഭം, വീട് പുതുക്കിപ്പണിയുക, വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ, പുതിയ സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനം, പ്രണയസാഫല്യം, വസ്തു ക്രയവിക്രയം, റിയൽ എസ്റ്റേറ്റ്, ഉന്നത വിദ്യാഭ്യാസം, വിദേശ ജോലി തുടങ്ങിയ ശുഭഫലങ്ങളും അതിൽ നിന്നുള്ള വരുമാനങ്ങളും ഉണ്ടാകാവുന്നതാണ്. പുണ്യകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുകയും ബന്ധുക്കളിൽ നിന്നും പലവിധ വരുമാനങ്ങൾ, തൊഴിൽ നേട്ടം തുടങ്ങിയ ഫലങ്ങളും അനുഭവത്തിൽ വരുന്നതാണ്. പണം ചിലവഴിക്കുന്നതിൽ സ്വയം ഒരു നിയന്ത്രണം പാലിക്കേണ്ടതും ശനിപ്രീതി, വിഷ്ണുപ്രീതി എന്നിവ നടത്തി ഈശ്വരാധീനം വരുത്തുകയും ചെയ്യേണ്ടതാണ്. മേടക്കൂറുകാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകാവുന്ന പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരുടെയും ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാവുന്നതാണ്. ഇനി അടുത്ത ഭാഗത്തിൽ ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ പറയുന്നു. നമസ്കാരം.